ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്നൊരു ക്വിക്ക് റീഡിംഗ് ആക്കാം, ചെറിയ റീഡിംഗ്. ഓക്കെ, അധികം നീട്ടുന്നില്ല. ഇന്നത്തെ എനർജി ജസ്റ്റ് എനർജി ചെക്കും നിങ്ങളുടെ ഇന്നേക്കും ഉള്ള ഗൈഡൻസ് ആയിട്ട്. ഓക്കെ, നിങ്ങൾക്ക് യൂണിവേഴ്സ് ഇന്ന് എന്താ പറയുന്നത് നോക്കാം, നിങ്ങൾക്കുള്ള അഡ്വൈസ് ആയിട്ട് എടുക്കാം. ജസ്റ്റ് ഗൈഡൻസ്, ഇന്നത്തെ ദിവസം നിങ്ങൾ മാനേജ് ചെയ്യാൻ. ഓക്കെ, ഇന്നത്തെ ദിവസം എന്താണ് ഫേസ് ചെയ്യാൻ സാധ്യത, എന്താണ് വരാൻ സാധ്യത നോക്കാം. Okay, let's see. Page of Earth. Nice. Eight of Earth. Strength. Ten of Fire. Eight of Air. High Priestess. Three of Fire. The Lover's card. Justice. Magician. Okay, very good. Actually, 6 of Earth, 3 of Earth. ഓക്കെ, ഇവിടെ ഓവറോൾ സിറ്റുവേഷൻ എനിക്കിന്ന് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു സെലിബ്രേഷൻ്റെ കാര്യമാണ്. ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്തെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ടും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ ഫീൽ ചെയ്യും. ഓക്കെ, അതായത് നിങ്ങൾ എന്ത് എഫേർട്ട് ഇട്ടിട്ടുണ്ടോ, അത് ഏത് കാര്യത്തിലായാലും ശരി, റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിലായാലും ജോലിയുടെ കാര്യത്തിലായാലും നിങ്ങൾ അങ്ങോട്ടിട്ട എഫേർട്ടിന് ഇന്ന് തിരിച്ച് നിങ്ങൾക്ക് ജസ്റ്റിസ് വരും. ഓക്കെ, യൂണിവേഴ്സായിട്ട് ചില റിവാർഡ്സ് നിങ്ങൾക്ക് തരും, നിങ്ങൾക്ക് റെക്കഗ്നീഷൻ കിട്ടും എന്ന രീതിയിൽ പറയാം. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ആക്ച്വലി ഒരു ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും എന്ന് പറയാം. ഓക്കെ, കാര്യങ്ങളെ നിങ്ങൾക്ക് ഇന്ന് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ചിലവർക്ക് പഠിക്കാനുള്ള കാര്യത്തിനെ കുറിച്ച് കാണുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പഠിക്കാനുള്ള കാര്യത്തിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വരും. ഓക്കെ, അതിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ അക്സെപ്റ്റ് ആയി എന്ന രീതിയിൽ അങ്ങനെ വല്ലതും വരാം. എക്സാമിന് വല്ലതും എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സക്സസിൻ്റെ കാര്യം വല്ലതും റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വരാം. ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടായിട്ട് പോസിറ്റീവാണ്, എന്തായാലും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പോസിറ്റീവ് ഓഫറിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു മെസ്സേജ് എന്ന രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, അത് പഠിക്കുന്ന കാര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ ജോലി കരിയറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു പുതിയ ഓഫർ വരുന്നതായിട്ട് കാണുന്നുണ്ട്, ഒരു മെസ്സേജ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലവർക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. ഒരു ജോലിയുടെ ഓഫറിൻ്റെ മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു മെസ്സേജ്, ഈവൻ റിലേഷൻഷിപ്പ് കൂടി ആവാം. അതുകൊണ്ട് പറഞ്ഞത് മാത്രം, റിലേഷൻഷിപ്സിലാണെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സൻ്റെ മെസ്സേജ് വരാം, ആ രീതിക്കും പറയാം. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്, നിങ്ങളിന്ന് എഫേർട്ട് ഇടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ അതായത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ മാക്സിമം നിങ്ങളിന്ന് ജോലിയിൽ കോൺസെൻട്രേഷൻ എന്താണോ നിങ്ങൾക്ക് ചെയ്യേണ്ടത്, അതിപ്പോൾ ജോലിയായാലും പഠിക്കലായാലും ഓക്കെ എന്തിലായാലും നിങ്ങൾ അതിൻ്റെ മാക്സിമം നിങ്ങളിന്ന് എഫേർട്ട് ഇടുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, സ്ട്രെങ്ത് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഐ തിങ്ക് ഇന്ന് നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും, സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് തന്നെ ഉണ്ടെങ്കിലും നമ്മളത് ഫേസ് ചെയ്യാം എന്നുള്ളൊരു ധൈര്യം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തോന്നാം. ഓക്കെ, അത് വെച്ച് നിങ്ങളിന്ന് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. സ്ട്രെങ്ത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. സോ ആ സ്ട്രെങ്ത് നിങ്ങൾ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ അത് കണ്ടുപിടിക്കുക. ഓക്കെ, സ്ട്രെസ്സ് അടിക്കണ്ട. ഓക്കെ, നിങ്ങൾ സ്ട്രെസ്സായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഐ തിങ്ക് അതിനെ ഓവർകം ചെയ്യും. നിങ്ങളിന്ന് ഇന്നത്തെ ദിവസം നിങ്ങളത് ഓവർകം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. സ്ട്രെസ് ഉണ്ട്, നിങ്ങളുടെ മൈൻഡിൽ ചില ബ്ലോക്കേജസ് ഉണ്ട്, ലേശം നിങ്ങൾക്ക് ടെൻഷനും പേടികളൊക്കെ ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. ഓക്കെ, പക്ഷേ ഇവിടെ ഇന്നത്തെ ദിവസം ഐ തിങ്ക് അത് നിങ്ങൾ ബോദർ ചെയ്യുന്നില്ല. ഓക്കെ, അത് നിങ്ങൾ ബോദർ ചെയ്യാൻ വിടില്ല, നിങ്ങളതിനെ മറികടക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ യൂസ് ചെയ്യും, നിങ്ങളുടെ നോളജ് നിങ്ങൾ യൂസ് ചെയ്യും. പഠിക്കാൻ അഗെയിൻ ഇതും ഒരു പഠിപ്പിൻ്റെ കാര്യമാണ്. പഠിപ്പിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കലായിരിക്കാം. പഠിപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന വ്യക്തി ആയാലും അല്ല വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തി, ജോലി ഇല്ലാത്തൊരു വ്യക്തി ആയാലും എവിടെയെങ്കിലുമൊക്കെ നമ്മൾ എന്നും എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില നോളജ് നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും, നമുക്ക് പല ഭാഗത്തുനിന്നും. ഓക്കെ, നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകാൻ പല കാര്യങ്ങളും നമ്മൾ അറിയണം. എപ്പോഴും നമുക്ക് അറിവുകൾ നമ്മൾ തേടൽ നിർത്തരുത് ഒരിക്കലും. ഈവൻ ഗൂഗിൾ സെർച്ചിങ് ആയാലും ശരി. ഓക്കെ, അപ്പം നിങ്ങൾ നോളജ് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഐ തിങ്ക് നിങ്ങൾ അത് യൂസ് ചെയ്യും. നിങ്ങളുടെ നോളജ്, നിങ്ങളുടെ വിസ്ഡം നിങ്ങൾ യൂസ് ചെയ്യും, നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് പവർ നിങ്ങൾ യൂസ് ചെയ്യും. ഓക്കെ, സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിലും ഐ തിങ്ക് നിങ്ങളിന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ ഒരു ധൈര്യം വന്നിട്ടുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് നല്ലത് തരുമെന്നുള്ളൊരു ട്രസ്റ്റ് ആയിരിക്കാം. ഓക്കെ, പ്ലാനിങ് കാണുന്നുണ്ട്, പ്ലാനിങ്, സ്ട്രാറ്റജൈസിങ്. നിങ്ങൾക്കൊരു ഗോൾ വെച്ച് ഐ തിങ്ക് നിങ്ങളിന്ന് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നല്ലൊരു പോസിറ്റീവ് എനർജി ഇന്ന് ഫീൽ ചെയ്യും നിങ്ങൾ. ചിലവർക്ക് അഗെയിൻ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങൾ പേഴ്സണുമായിട്ട് ഞാൻ പറഞ്ഞു മെസ്സേജ് വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞു. മേ ബി അവരുമായിട്ടൊരു മീറ്റിംഗ്, റീയൂണിയൻ ഒക്കെ പോസിബിൾ ആണ് ഇന്നത്തെ ദിവസം. അങ്ങനെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം ചോദിക്കുന്നവർക്ക് ഓക്കെ, നിങ്ങൾക്ക് ഇവിടെയും നിങ്ങൾക്കും ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന രീതിയിൽ, അതായത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നല്ലൊരു ഹാർമോണിയസ് ആയിട്ട് ഇന്ന് പോകുന്ന പോലെ. ഓക്കെ, ആൻഡ്
ചിലവർക്ക് നമ്മൾ ചോയ്സിൻ്റെ കാര്യം പറയാറുണ്ട്, നിങ്ങളൊരു തീരുമാനം എടുക്കുന്ന കാര്യം. ഓക്കെ, തീരുമാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു എന്താണ് ചെയ്യേണ്ടത് മുന്നോട്ട് എന്നുള്ള ചിലപ്പോൾ 2 ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവാം. അതിലേതാ വേണ്ടത് എന്നുള്ളൊരു ചോയ്സ് എടുക്കുന്ന പോലെയും കാണുന്നുണ്ട്. ഞാൻ മജീഷ്യനാണ്. സോ നിങ്ങളുടെ കയ്യിൽ ഇന്നത്തെ ഐ തിങ്ക് നിങ്ങളുടെ കയ്യിലുള്ള പവർ നിങ്ങളിന്ന് യൂസ് ചെയ്യുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട്. എനിക്ക് എല്ലാ കഴിവും നിങ്ങളുടെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് എപ്പോഴും പറയുക. ആൻഡ് ഇന്നത്തെ ദിവസം അത് നിങ്ങൾ യൂസ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ ലൈക്ക് നിങ്ങൾക്ക് എന്ത് വേണോ അത് നേടിയെടുക്കാൻ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഇട്ട് നിങ്ങൾ ശ്രമിച്ച് അത് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ദിവസമാണ്. എനിക്ക് സ്ട്രെസ്സോ വലുതും ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളെ ബോധർ ചെയ്യാൻ വിടുന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നെഗറ്റീവ് കാർഡ് ഉണ്ട് ഇവിടെ. 10 ഓഫ് ഫയർ എന്ന് പറയുമ്പോൾ നമ്മൾ 10 ഓഫ് വോൺസിൻ്റെതാണ്, ബേർഡൻ്റെ കാര്യമാണ്. ഓക്കെ, പക്ഷെ നിങ്ങളത് ഇന്ന് ഐ തിങ്ക് നിങ്ങളത് ബേർഡനായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, ആൻഡ് 8 ഓഫ് എയർ നമ്മുടെ മൈൻഡിൻ്റെ ബ്ലോക്കേജസിൻ്റെ കാര്യം നമ്മൾ പറയും, നമ്മുടെ മനസ്സിന് അതൊക്കെ നിങ്ങളിന്ന് മറികടക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അതവിടെ ഉണ്ട്, ഇടയിലുണ്ട്, നിങ്ങളുടെ മൈൻഡിൽ ആ ചെറിയ കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ ഐ തിങ്ക് നിങ്ങളത് ബോധർ ചെയ്യാൻ വിടുന്നില്ല എന്ന്. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിന്ന് ഐ തിങ്ക് എവിടെയോ നിങ്ങൾക്ക് യൂണിവേഴ്സിലുള്ള ട്രസ്റ്റ് ആയിരിക്കാം. ന്യായമായത് കർമ്മ എന്നൊക്കെയാണ് പറയുക, കർമ്മ, ലോ, ഫെയർനെസ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇന്ന് അറിയാം എവിടെയോ നിങ്ങളുടെ മൈൻഡിലുണ്ട് ദാറ്റ് ഞാൻ നല്ലത് ചെയ്താൽ എനിക്ക് നല്ലത് കിട്ടിക്കോളും, എനിക്ക് യൂണിവേഴ്സ് നല്ലത് തന്നോളും എന്നുള്ള ട്രസ്റ്റ് ആയിരിക്കാം. അത് വളരെ നല്ല കാര്യം. പക്ഷേ ഇങ്ങനെ തന്നെ വേണ്ടത് സറണ്ടറിങ് ആണ് നമ്മൾ. ഓക്കെ, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ അവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് നമ്മൾ എന്താണ് നമ്മൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലത് വരും എന്നുള്ളൊരു ഫീലിംഗ്, അത് വളരെ അങ്ങനെയാണ് വേണ്ടതും. ഓക്കെ, ഇവിടെ എന്തായാലും ഇന്ന് വളരെ നിങ്ങൾ ഹാപ്പി എന്ന് പറയുമ്പോൾ ഐ തിങ്ക് എവിടെയോ എനിക്കൊരു വളരെ പോസിറ്റീവ് വൈബാണ് ഇവിടുന്ന് വരുന്നത്. എനിക്ക് വളരെ പോസിറ്റീവായിട്ട് ഹാപ്പിയായിട്ട് നിങ്ങൾക്കൊരു ന്യൂസ് കിട്ടാനുള്ള സാധ്യതയാണ്, ഒരു ഓഫർ വരാനുള്ള സാധ്യതയാണ്. ചിലവർക്ക് ഒരു ജസ്റ്റ് പേഴ്സൻ്റെ മെസ്സേജ് ആയിരിക്കാം, നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു മെസ്സേജ് ആയിരിക്കാം, ഒരു ഇൻഫർമേഷൻ ആയിരിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ചിലപ്പോൾ പഠിപ്പിൻ്റെ കാര്യത്തിൽ എനിക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട്, അതും ഉണ്ടാവും. ജോലിയുടെ കാര്യത്തിലായാലും നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ന്യായമായത് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇവിടെ വളരെ ഇന്നത്തെ പോസിറ്റീവ് ദിവസമാണ്. സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നിങ്ങളെ തളർത്താൻ വിടാതിരിക്കുക. ഓക്കെ, മുന്നോട്ട് പോവാം നല്ല ധൈര്യത്തിൽ. ഓക്കെ, ലെറ്റ്സ് സീ, നമുക്ക് യൂണിവേഴ്സ് എന്ന ഗണേശ ഇതെടുക്കാം. എന്താണ് ബ്ലെസ്സിങ് തരുന്നത് നോക്കാം, നിങ്ങൾക്ക് എന്താണ് മെസ്സേജസ് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഗൈഡൻസ് എന്താ പറയുന്നത്. ബി കാൻഡിഡ്, എംപവർമെൻറ്റ്, ചൈൽഡ് ലൈക്ക് എക്സ്പ്രഷൻ, ഡിവൈൻ സപ്പോർട്ട്, സസ്റ്റനൻസ്, കൾട്ടിവേഷൻ. ഓക്കെ, ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ബി കാൻഡിഡ് എന്ന് വെച്ചാൽ ഓപ്പൺ എന്ന രീതിയിൽ പറയാം. ഓക്കെ, നമ്മൾ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് രീതിയിൽ പറയാം. ഓക്കെ, ഒന്നും നിങ്ങളെ അധികം ബോധർ ചെയ്യാൻ വിടണ്ട നിങ്ങൾ. ഓക്കെ, ജസ്റ്റ് എൻജോയ് ചെയ്ത് ലൈഫ് എൻജോയ് ചെയ്ത് നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങൾ ഇരിക്കുക എന്നുകൊണ്ട്. ആക്ച്വലി ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നുണ്ട്. കാൻഡിഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓപ്പണായിട്ട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും ഒക്കെ ചെയ്യാം. കാരണം ഒന്നും പറയാതിരിക്കേണ്ട, പറയേണ്ട സ്ഥലങ്ങളിൽ നിങ്ങൾ പറയുകയും വേണം എന്ന രീതിയിലാണ്. എംപവർമെൻറ്റ് എന്നുണ്ട്, നിങ്ങളുടെ കോൺഫിഡൻസ് ഇന്ന് നിങ്ങളോട് കോൺഫിഡൻ്റ് ആവൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഐ തിങ്ക് ഇന്ന് നിങ്ങൾ ഓൾറെഡി ഒരു കോൺഫിഡൻസ് ലെവലിൽ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ എന്താ പറയേണ്ട, എന്തും പറയാനുള്ളത് തുറന്ന് പറയുക. ഓക്കെ, ആൻഡ് ഇവിടെ എംപവർമെൻറ്റ് നിങ്ങളുടെ കോൺഫിഡൻസ്, അതായത് നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾ ബിൽഡ് ചെയ്യുക ഇന്നത്തെ ദിവസം. ഓക്കെ, ചൈൽഡ് ലൈക്ക് എക്സ്പ്രഷൻ, നിങ്ങൾ വളരെ ഇന്നസെൻ്റായ ഒരു മൈൻഡുള്ളൊരു വ്യക്തിയായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, എന്താ പറയുക, കുബുദ്ധി നമ്മുടെ വർക്ക് ചെയ്യില്ല അത്ര വേഗം എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, നിങ്ങളെല്ലാം സ്ട്രേറ്റ് ഫോർവേഡായിട്ട് കാണുന്ന ആളാണ്. നമ്മുടെ മുമ്പിൽ എന്ത് കണ്ടാലും നമ്മൾ വിശ്വസിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തിയായിരിക്കും. ഓക്കെ, നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുക കേട്ടോ, ഇത് മാറുമൊന്നും വേണ്ട ഒരിക്കലും. നമ്മൾ മറ്റുള്ളവരെ പോലെ ഹാർഷാവേണ്ട കാര്യമില്ല നമ്മൾ. ഓക്കെ, ഡിവൈൻ സപ്പോർട്ട് എന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഡിവൈൻ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, ഇന്നത്തെ ദിവസം അതായിരിക്കും ബ്ലെസ്സിങ്, ജസ്റ്റിസ് നമ്മൾ കണ്ടിരുന്നു. കർമ്മ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഐ തിങ്ക് ഒരു കർമ്മ നിങ്ങൾ ചെയ്ത നല്ല കർമ്മയുടെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് സസ്റ്റനൻസ്. ഓക്കെ, ചിലവർക്ക് നിങ്ങളോട് പറയുന്നുണ്ട് ആരോഗ്യം ശ്രദ്ധിക്കുക, ഹെൽത്ത് ശ്രദ്ധിക്കുക, ഫുഡ് നന്നായിട്ടൊക്കെ കഴിക്കുക, റെസ്റ്റ് എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഒന്ന് കെയർ ചെയ്യുക. കൾട്ടിവേഷൻ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ടാലൻസിൻ്റെ കാര്യങ്ങൾ, ഡാൻസോ പാട്ടോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ അതിനൊക്കെ ഒന്ന് കൾട്ടിവേറ്റ് ചെയ്യുക. അത് മാത്രമല്ല കേട്ടോ, എന്തും ആവാം, എന്തൊരു കാര്യവും നിങ്ങളുടെ ടാലൻറ്റ്, വരയ്ക്കലും ഇതും ആർട്ടും മാത്രമല്ലല്ലോ ടാലൻറ്റ്. കുക്കിംഗ് ആയാലും ശരി, ക്ലീനിങ് ആയാലും ശരി, വീടിനെയൊക്കെ ചിലപ്പോൾ ചിലവർ കാണാറുണ്ട്, ഞാൻ എന്നെ നല്ല രസത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അതും ഒരു ടാലൻറ്റ് തന്നെയാണ് കേട്ടോ.
ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തായാലും അതൊക്കെ ചെയ്യാം. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. താങ്ക് യു, നന്ദി.